ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. എന്ന് സുബൈസ്കാരൻ കഴിഞ്ഞ വെച്ച് പയിച്ചു. ഇന്ന് കജ്ജി കിട്ടിയൊരു പായേനെ അതിനെ കുത്തിക്കയറ്റാണ് ഇപ്പോൾ. അത് കഴിഞ്ഞേക്ക് നമ്മളെ ചങ്ങായി എത്തി. എണ്ണ അടിച്ച മമ്പ് കയറിയാണ് ഇപ്പോൾ. ഈ ബായി ആണെങ്കിൽ ഇനി എപ്പോൾ കണ്ടാലും ഒരു പുളിങ്ങാച്ചിരി ഇരിച്ചു. എന്തൊരു ചെറുക്കാനാ കാണാൻ. ഓൻ്റെ ചിരിയും കണ്ടാണ്ട് നമ്മളെ വണ്ടിക്ക് ഇങ്ങനെ സാധനം കയറ്റിക്കൊണ്ടിരിക്കലും ഇന്ധനം ചെക്കെന്നല്ല എറണാകുളത്ത് നിന്ന് വന്നാണ്. അപ്പോൾ പണിൻ്റെ സ്ട്രെസ്സൊക്കെ കളയാൻ നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പോകുക പറഞ്ഞാണ് ഇറങ്ങിയാണ്. രാവിലെ തന്നെ നമ്മളെ നിലമ്പൂരിനെ കാണാൻ എന്താ ചൊർക്ക്. കുറച്ച് ദിവസം ഇവിടെ ആകെ ജഗപ്പൊകയിനി. അതിൻ്റെ ബാക്കി ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാവും. അപ്പോത്തിന് നേരെ ഇങ്ങനെ പരപരാന്ന് വെളുക്കുന്നുണ്ട്. ഞങ്ങൾ നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ അവിടെ എത്തണം പറഞ്ഞാണ്ട് ഇറങ്ങിയാണ്. ഞങ്ങളായതുകൊണ്ട് പിന്നെ തൊള്ളിയും വിട്ടാണ്ട് എത്തി കിട്ടൂല. അങ്ങോട്ട് പോണ വഴിക്കാണ് ഞാൻ ഈ ചങ്ങാനെ കണ്ടത്. ഓൻ്റെ ആ ഇരുത്തും ആറ്റിറ്റ്യൂഡും കണ്ടപ്പോൾ തന്നെ ഞാൻ ഓൻ്റെ ഫാനായി പോയി. രാവിലെ തന്നെ അത്യാവശ്യം മഴക്കാറും ചാറ്റിലും ഉണ്ടായതുകൊണ്ട് ഇപ്പം നല്ല മഴ വെച്ചെന്ന് ഞാൻ കൊണ്ടുവരണം. ഞാനതുകൊണ്ട് തന്നെ മുൻകൂറായിട്ട് കോട്ടിട്ടിരുന്നു. അപ്പോൾ പറയാണ് ഇജ്ജ് പറഞ്ഞോണ്ട് ഞാൻ മഴ വെച്ചൂലാന്ന്. എന്നാ ഇജ്ജ് നോക്കിക്കൊണ്ടാണ്ട് ഞങ്ങൾ പറപ്പിച്ച്. ഞാൻ അപ്പോഴേ ഓനോട് പറഞ്ഞതാ ഇപ്പം എങ്ങനെ ഇരിക്കണ്. 2 മല കണ്ടപ്പോൾ തന്നെ ചെക്കന് ഊറ്റായി. എനിക്കതല്ല മനസ്സിലാക്കാത്തത്. ഈ കയറ്റത്തിൽ എന്തിനാ കൊണ്ടുപോയേണ്ട അമ്പ് വെച്ചിക്കണെന്നാ. മുക്കി മൂളിയാണ്ടാണ് നമ്മളെ പടക്കുതിരത്ത് കയറി പോണത്. പിന്നെ അമ്പ് കൂടിയും ചാടിക്കാൻ അതിനകത്ത് തൊയേണ്ട അവസ്ഥയാണ്. അപ്പോൾ തന്നെ ചെക്കൻ വണ്ടി എടുത്തി മണ്ടൽ തുടങ്ങി. അപ്പൊ നമ്മൾ ഓൻ്റെ മുന്നിൽ വണ്ടി ഇപ്പം ഇരിക്കണ കുഴങ്ങിയിട്ടൊന്നല്ല. ഓന് വജ്ജറിയാത്തോണ്ട് കാത്തിരുന്ന ഞാൻ പിന്നെയും മണ്ടൽ തുടങ്ങി. കുറച്ചുകൂടിയാണ് മണ്ടേപ്പോഴേ ഫസ്റ്റത്തെ ആ ഊറ്റക്കണ പോയി. ഓനാണെങ്കിൽ ആ പോക്ക് അങ്ങനെ പോകണുണ്ട്. ഇടക്കിടക്ക് ഓനോട് പറയുന്നുണ്ട് തടി കൂടിയിരിക്കണം, അതുകൊണ്ടാണ് എനിക്ക് മണ്ടാൻ വെക്കാത്തത്. ഓൻ്റെ ഈഗോനെ ഉണർത്തിയോണ്ട് പിന്നെ ഞാനൊന്നും നോക്കില്ല. ഞാൻ മേലെ ഉണ്ടാകും പറഞ്ഞാണ്ട് ഞാൻ അങ്ങോട്ട് വണ്ടി. പിന്നെ ഓൻ കണ്ടത് പിന്നെ ഞാൻ തന്നെ വണ്ടി ഒന്നും അവനെ പിടിച്ച് കയറ്റാണ്. ഫൈനലി നമ്മളിവിടെ എത്തിയെന്ന് അവനോട് പറഞ്ഞാണ്ട് നോളായി നടന്നതാ. അവിടെ എല്ലാം മുള്ളി നമ്മളെ കജ്ജുമ്പലും കയറി. അവസാനം ഞങ്ങൾ ആമസോൺ വ്യൂ പോയിന്റിലെത്തി. ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും എത്തുന്നതിൻ്റെ മുന്നേ എത്തിയത്. ആകാശം ഏതാ ഭൂമി ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അജാതി കോട, കടലല്ലേ കടല്. പിന്നെ അവൻ്റെ വള്ളം കൂടിയും കണ്ടാണ്ട് നമ്മൾ ഇറങ്ങി. അപ്പം ശരി എന്നാ.